അതുപോലെ ഫുഡ് ഐറ്റംസിന്റെ കാര്യം പറയുമ്പോൾ ഇതുപോലെ വേറൊരു വായിച്ചിട്ടുണ്ട് ഞാൻ, ഈ ഇപ്പൊ ബ്രെഡിൽ പൂപ്പൽ വരുന്നതുണ്ട്. അതുപോലെ പൂപ്പൽ വരുന്ന ഫുഡ് നമ്മൾ കഴിക്കുന്നത് ഭയങ്കര ഡേഞ്ചർ ആണ്. ചിലപ്പോൾ നമ്മളിപ്പോ ഉപ്പിലിട്ട മാങ്ങയായിരിക്കാം, അത് തുറക്കുമ്പോൾ അതിന്റെ മേലൊരു പൂപ്പൽ ഉണ്ടാവും. പക്ഷെ വീട്ടിലൊക്കെ ആണെങ്കിൽ ചില സമയത്ത് നമ്മളത് മാറ്റിയിട്ട് അതിന്റെ താഴത്തുള്ള ഭാഗം നല്ലതാണ് ഞാൻ കഴിക്കാറുണ്ട്. ചില സമയത്ത് ബ്രെഡിൽ പൂപ്പലുണ്ടെങ്കിൽ നമ്മൾ കാണാറില്ല, ആ കളർ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ല. അപ്പം ഈ പൂപ്പലുള്ള ഭക്ഷണങ്ങളും ഇതുപോലെ ക്യാൻസർ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. ക്യാൻസർ ഉണ്ടത് ചില ഫംഗസ്, എഫ്ലടോക്സിൻ എന്ന് പറയുന്ന ടോക്സിൻസ് ചില ഫംഗസിന് വരുന്നതാണ്. അത് ക്യാൻസർ ഉണ്ടാക്കുന്നുള്ളതിന് കുറേ പ്രൂഫ് ഉണ്ട്. ബട്ട് ഈ പൂപ്പൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരിക്കലും കഴിക്കാം. ഒരു തവണ കഴിച്ചു പോയാൽ അന്ന് ചിലപ്പം വയറിളക്കം എന്തെങ്കിലുമൊക്കെ വന്ന് ശരിയാവുമായിരിക്കും. അതിൻ്റെ ആ ഒരു പൂപ്പലിൻ്റെ ആ ഒരു എന്താ പറയുക ഫംഗസിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് ചിലപ്പം പ്രോബ്ലംസ് ഉണ്ടാക്കാം, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ്, എൻട്രൈറ്റിസ് ഒക്കെ ഉണ്ടാക്കാം. ബട്ട് അതൊരിക്കലും ക്യാൻസറിലേക്കൊന്നും അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല എന്ന കാര്യം ഷുവറാണ്. ബട്ട് ചില ഫംഗസ് അതിൻ്റെ ചില ടോക്സിൻസ് ക്യാൻസർ ഉണ്ടാക്കുന്നതിന് പ്രൂഫ് ഉണ്ട്. അതൊന്നും ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ വഴിയൊന്നും നമുക്കത് വരാനൊന്നും പോകുന്നില്ല. ഓക്കെ. അതുപോലെ പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ